സുഹൃത്തുക്കളെ നമസ്കാരം. 2 ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു. കാര്യം ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിട്ട് കറണ്ട് ഇല്ലാതായിട്ട് 48 മണിക്കൂറായി. ആരുടെ കുഴപ്പമില്ല, നമ്മുടെ വലിയ മരങ്ങളൊക്കെ വീണ് ലൈനൊക്കെ പൊട്ടി വീണു ഒക്കെ ചെയ്തു. പക്ഷേ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ വന്നതെല്ലാം ശരിയാക്കി. അത് ശരിയാക്കിയത് ഇപ്പം ഇലക്ഷന് കാരണമായിരിക്കും. 48 മണിക്കൂർ നമ്മുടെ വീട്ടിൽ കറണ്ടില്ലായിരുന്നു. ഇൻവെർട്ടറൊക്കെ ഉണ്ടായിരുന്നതൊക്കെ തീർന്നു പോയി. അത് കാരണമാണ് വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഞാനിന്ന് വീഡിയോ ഇടുന്നതിൻ്റെ ഒരു ഉദ്ദേശം, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നൊരു പത്രസമ്മേളനം നടത്തിയപ്പം അപ്പോൾ അതിനകത്ത് ഒരു പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം പുള്ളി തന്നെ വിളിച്ച പത്രസമ്മേളനമാണ്. അതിനകത്ത് ചോദ്യം ചോദിക്കുന്നത് ദേശാഭിമാനിക്കാർക്കും കൈരളിക്കാർക്കുള്ള ഒരു 10-12 പേര് വരും. അവരെന്നിട്ട് ഈ നമ്മൾ കാണത്തില്ലേ, മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ആൾക്കാരൊക്കെ വന്ന് ചാനൽ ചർച്ചകളൊക്കെ ഇരുന്നത് ഇവർ തന്നെ വേളം വെച്ച് ചോദ്യമൊക്കെ ചോദിക്കും. മറ്റുള്ളവരെ ചോദ്യം ചോദിക്കാൻ അനുവദിക്കത്തുമില്ല. ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ പിണറായി വിജയൻ കേട്ട ഭാവം നടിക്കത്തുമില്ല. പക്ഷേ അതിനെതിരായിട്ട് ഇന്നൊരു ഒരു ചെറുപ്പക്കാരൻ മാധ്യമപ്രവർത്തകൻ ഈ പിണറായി എണ്ണീച്ച് പോയപ്പോൾ ആ പിണറായിയെ തിരിച്ചു വരുത്തി. അദ്ദേഹത്തിന് പറഞ്ഞത് മോശമായെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു ഏകാധിപതിക്ക് ഓശാന പാടുകയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ നട്ടലോട് കൂടി പറയേണ്ട മാധ്യമപ്രവർത്തകർ വേണം. ഇത് നേരത്തെ ചെയ്യണമായിരുന്നു. ഇപ്പോൾ അവസാന നിമിഷം ഈ മാധ്യമപ്രവർത്തകർക്ക് തന്നെ മനസ്സിലായി ഈ ഏകാധിപതിയുടെ അവസാന ഘട്ടമാണെന്ന്. അപ്പോൾ അദ്ദേഹം വളരെ നട്ടലോട് കൂടി ചോദിച്ചു. അത് ഒടുവിൽ ഈ പിണറായിക്ക് തിരിച്ചു വന്നിരിക്കേണ്ടി വന്നു. പക്ഷേ പുള്ളി തിരിച്ചു വരുമ്പം ആ ചോദിച്ച മാധ്യമപ്രവർത്തകന് ഒരു രൂക്ഷമായിട്ടുള്ളൊരു നോട്ടമുണ്ട് വളരെ. അപ്പം ആ മാധ്യമപ്രവർത്തകൻ ശ്രദ്ധിച്ചോണം. അടുത്ത പ്രാവശ്യം കാണും വീണ്ടും പിണറായി അധികാരത്തിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ കാര്യം ഒരുമാതിരി ശരിയാവും. പുള്ളി ആ നോട്ടം നോക്കിയത്. അതുകൊണ്ട് നിങ്ങളൊരു ജാഗ്രതയായിട്ടിരിക്കണം. ഏതായാലും നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. ഇത്രയും നല്ല മാധ്യമപ്രവർത്തകർ വേണം, ഇങ്ങനെയൊക്കെ വേണം. അല്ലെങ്കിൽ ആൾക്കാർ ഏകാധിപതികളായിപ്പോൾ. ഓക്കെ, ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്.